കേരളത്തിൽ വർഗീയ കലാപമില്ല. കേരളത്തിൽ വർഗീയ ധ്രുവീകരണത്തിന്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ സർക്കാർ ഇടപെടും. കേരളത്തിൽ വർഗീയ കലാപത്തിന്റെ ഭാഗമായി ഒരാളും നഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് അഭിമാനത്തോടെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ എന്താണ് കോൺഗ്രസ് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ സ്ഥിതി? ഉത്തർപ്രദേശ്, ഒറീസ, കർണാടക, ഹിമാചൽ പ്രദേശ് എന്നിങ്ങനെ നിരവധി സംസ്ഥാനങ്ങളിലെ അടുത്ത കാലത്ത് വർഗീയ കലാപങ്ങൾ BJP 3 മാസമായിട്ടുള്ള അധികാരത്തിൽ വന്ന ഒറീസ, 3 മാസമായി BJP അധികാരത്തിൽ വന്ന ഒറീസയിൽ 4 വർഗീയ കലാപമാണ് അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. 4 വർഗീയ കലാപം. മാസത്തിൽ 1 വെച്ചല്ല, മാസത്തിൽ 2 വെച്ചിട്ടാണ്. ബാലാസോർ, ഖുർദ, ദാംനഗർ, ബാദ്രക് എന്നിവിടങ്ങളിൽ വർഗീയ കലാപം, മതന്യൂനപക്ഷ വിഭാഗങ്ങളെ ആട്ടിയോടിക്കുന്ന സമീപനം. ഉത്തർപ്രദേശ്, യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശിലെ ബഹ്റച്ച് കലാപം മറ്റൊരു ഉദാഹരണമാണ്. എന്താ അവിടെ നടന്നത്? ദുർഗാപൂജയുടെ സമയത്ത് സംഘപരിവാർ സ്പോൺസേഡ് കലാപമാണ് അവിടെ അരങ്ങേറിയത്. യോഗി ആദിത്യനാഥിന്റെ മുൻ മീഡിയ ഉപദേഷ്ടാവും ഇപ്പോൾ MLA-യുമായ വ്യക്തി തന്നെ കലാപത്തിന് നേതൃത്വം കൊടുത്തു. അവിടെ ആളുടെ പേര് നോക്കി മാധ്യമ പ്രവർത്തകരെ വേട്ടയാടി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു. വിദ്വേഷ പ്രചരണവും കലാപാഹ്വാനവും നടത്തി. മാധ്യമ പ്രവർത്തകർ കേരളത്തിലുണ്ടല്ലോ. കേരളത്തിലെ എല്ലാ നിലയിലും നമ്മളെ ശരിപ്പെടുത്തില്ലേ? സംസ്ഥാന സർക്കാർ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അവിടെയൊക്കെ എന്തെങ്കിലും സംസ്ഥാന സർക്കാരിനെയോ കേന്ദ്ര സർക്കാരിനോ എതിരെയോ വാർത്ത കൊടുത്താൽ തല കഴുത്തിലില്ല. മാധ്യമ പ്രവർത്തകരെ കൊലപ്പെടുത്തുന്നു, മാധ്യമ പ്രവർത്തകരെ ആക്രമിക്കുന്നു, മാധ്യമ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നു. കേരളം അതിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്നു. കാരണം ഇവിടെ ഭരിക്കുന്നത് ഇടതുപക്ഷ സർക്കാരാണ്. ഏറ്റവും ഒടുവിലൂടെ കഴിഞ്ഞ ഉത്തർപ്രദേശിലെ സംബലി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ജുമാ മസ്ജിദിലെ സർവേക്കിടെ പോലീസ് വെടിവെപ്പിൽ 4 മുസ്ലിം ചെറുപ്പക്കാർ കൊല്ലപ്പെട്ടു. ഷാഹി ജുമാ മസ്ജിദാണ്. വർഗീയ കലാപം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളാണ് ആസൂത്രിതമായി ഉണ്ടായത്. സംഘപരിവാർ സ്പോൺസേഡ് കലാപത്തിനുള്ള വിത്താണ് അവിടെ വിതച്ചത്. ബാബരി മസ്ജിദിലും ഗ്യാൻവാപ്പി മസ്ജിദിലും മധുര ഈദ്ഗാ മസ്ജിദിലുമെല്ലാം കണ്ട അതേ മോഡസ് ഓപ്പറാൻഡി തന്നെയാണ് സംബലിലും കാണാൻ കഴിയുന്നത്. അതേ രീതി. ഈ വിഷയങ്ങളിലൊക്കെ കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? സംഘപരിവാറിന്റെ ഭീകരതയെ, മതവർഗീയ പ്രസ്ഥാനങ്ങളുടെ നിലപാടുകളെ കോൺഗ്രസ് എതിർക്കുന്നുണ്ടോ? ഒരു ഭാഗത്ത് BJP-യെ സംരക്ഷിക്കുന്നു, മറുഭാഗത്ത് ജമാഅത്ത് ഇസ്ലാമിയും SDPയെയും എല്ലാ നിലയിലും സൗകര്യം ചെയ്തു കൊടുക്കും. ഉത്തരേന്ത്യയിലെ കൻവർ യാത്ര വളരെ ശ്രദ്ധിക്കപ്പെട്ടൊരു യാത്രയാണ്. ഏറ്റവും അധികം വർഗീയത പ്രചരിപ്പിക്കാൻ സംഘപരിവാർ ശ്രമിച്ച യാത്രയാണ്. ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നൊരു ഉത്തരവിറക്കിയത് വലിയ വിവാദമായിരുന്നു. പിന്നെ കോടതി ഇടപെട്ട് തടഞ്ഞു. കൻവർ യാത്രയുടെ റൂട്ടിലുള്ള എല്ലാ കച്ചവടക്കാരും കട ഉടമകളും അവരവരുടെ മതം വ്യക്തമാക്കുന്ന രീതിയിൽ പേര് വിവരങ്ങൾ കടക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കണം. എങ്ങനെയുണ്ട്? അവസാനം കോടതി ഇടപെട്ടു. അങ്ങനെയാണത് തടഞ്ഞത്. എന്നാൽ കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശ്, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി, കോൺഗ്രസിന്റെ സർക്കാർ വർഗീയ കലാപങ്ങൾ കൊണ്ടുപിടിച്ച ശ്രമം സംഘപരിവാർ അവിടെ നടത്തുമ്പോൾ ഇതിന് സമാനമായൊരു നിലപാടെടുത്തു. കൻവർ യാത്രാ സമയത്ത് UP സർക്കാർ പുറപ്പെടുവിച്ചതിന് തുല്യമായി ഒരു ഉത്തരവ് കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിൽ നിന്നും ഉണ്ടായി നിഷ്കളങ്കമായി കാണാൻ സാധിക്കുമോ? ശബ്ദിക്കുന്നുണ്ടോ മുസ്ലിം ലീഗ്? ശബ്ദിക്കുന്നുണ്ടോ SDPI? ശബ്ദിക്കുന്നുണ്ടോ ജമാഅത്ത് ഇസ്ലാമി? മതം തെളിയിക്കുന്ന നിലയിൽ കച്ചവടക്കാർ തങ്ങളുടെ കടകളിൽ ഐഡന്റിറ്റി രേഖകൾ തൂക്കണമെന്ന് ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിക്ക്, കോൺഗ്രസ് മന്ത്രിക്ക് എങ്ങനെ പറയാൻ സാധിക്കുന്നു? വിക്രമാദിത്യ സിംഗ് എന്നല്ലേ ഉത്തരവിറക്കിയ ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് മന്ത്രിയുടെ പേര്? നിലപാടുണ്ടോ? നിലപാടില്ല. അപ്പോ ജമാഅത്ത് ഇസ്ലാമിക്കും SDPIക്കും BJPക്കും സംഘപരിവാർ ശക്തികൾക്കും മതവർഗീയ പ്രസ്ഥാനങ്ങൾക്കും കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുന്നതിനോട് താല്പര്യമില്ല. കാരണം അവർക്ക് വളരാനാകില്ല. അവർക്ക് വളക്കൂറുള്ള മണ്ണായി കേരളം മാറില്ല. ഇടതുപക്ഷം ഭരിക്കുകയാണെങ്കിൽ ഇവിടെ മതവർഗീയ കലാപമില്ല, ഇവിടെ മതവർഗീയ ധ്രുവീകരണമില്ല, ഇവിടെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിർത്താൻ സർക്കാർ ഇടപെടുന്നു.